ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഫിഷൊക്കെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവാനും ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് ഒരല്പം മുളക് പൊടി എടുക്കാം. അപ്പോൾ ഞാനത് ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഇടുന്നുണ്ട്. കുറച്ച് എരിവിൻ്റെ പ്രത്യേകിച്ച് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് അധികം എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണമീനാണ്. കഷ്ണമീൻ തന്നെ ആവണമെന്നില്ല, നമ്മുടെ മത്തി, അയില, ഏത് ഫിഷ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ കായം വെച്ചാൽ പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാക്കി ഒരല്പം കുരുമുളക്, ഇനി കുറച്ച് മഞ്ഞളിടാം കേട്ടോ. കുരുമുളക് കൂടി ഇടണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വേണ്ടിയ ലേശം ഉപ്പാണ്. ഇത് വളരെ സിമ്പിളായിട്ട് കായം തേക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അതാ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതൊന്ന് നനച്ചെടുക്കാൻ ഒരല്പം വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ. ഇത് നമുക്ക് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചി വെള്ളുള്ളിയുടെ നീരാണ് കേട്ടോ. ഒരിക്കലും അതുപോലെ നിങ്ങൾ ഇടരുത്. അത് ഇട്ടാൽ തീർച്ചയായും മീനിനോടൊപ്പം അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ നീര് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീരാണ് ആവശ്യം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് കുഴക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഏകദേശം നീരൊക്കെ അതിൽ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നീരൊക്കെ അതിൽ മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പിന്നെ കറിയിലേക്കൊക്കെ ഇടാം കേട്ടോ. മുളക് ഇടുന്ന കറിയിലേക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇപ്പോഴാണ് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കായം തേച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കണ്ടോ. ഇത് കറിവേപ്പില ആദ്യം തന്നെ ഇടണം, എങ്കിലേ കറിവേപ്പിലിൻ്റെ ആ മണം ഒന്നിതിൽ മിക്സ് ആവും. അതിന് ശേഷം നമുക്കിത് ഓരോ ഫിഷ് എടുത്ത് നന്നായി ഒന്ന് കായം തേച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായി മാറ്റിയതിന് ശേഷം അതാണ് നമുക്ക് ഇതുപോലെ കായം തേച്ചെടുക്കാം. ഇതൊക്കെ കായം തേക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കായത്തിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചുകൂടി ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മുടെ കുഞ്ഞൻമത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ചാള ഒക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 അല്ലി കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റി വെക്കാം കേട്ടോ. ഓവർ സ്പീഡ് നെരിഞ്ഞു പോകുന്നുണ്ട്. ഒരു മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല മൊരിച്ചിലുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുന്നു കേട്ടോ.